ഇവരൊക്കെ നമ്മളെ കമ്പനിക്കാരാണ്. ഉണ്ടോ ഒന്ന് ഓണർ ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കൊണ്ടും തല്ലൊക്കെ കൂടും. പക്ഷെ ഇവരും നല്ല കമ്പനിക്കാരാണ്. ഒരു ദിവസം ഒരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. എന്നുവെച്ചാൽ ഈ വെള്ളം ലേശം മോശമായിട്ടുണ്ടായിരുന്നു. ഇതിൽ 7 മീനുണ്ടായിരുന്നു. 5 പിന്നെ ഈ മീനും പിന്നെ എന്താ പറയുക 5 ഈ സാധനവും ഇവൻ്റെ 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് അടി കൂടും വരും. പക്ഷേ കമ്പനിക്കാരുമാണ്. ഉണ്ടോ കണ്ടോ കുത്തു കൊടുക്കുന്നുണ്ടോ. ഇതുമുണ്ട്. നല്ല കമ്പനി. നമുക്ക് അടുത്ത് വരുന്നത് പിന്നെ ഭക്ഷണ സമയത്തേക്ക് നന്നായി അറിയാം. ഭക്ഷണ സമയത്തേക്ക് ഞാൻ കീഴിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പെട്ടച്ച് കളിക്കും. ഞാൻ കുറച്ചുകൂടെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വാങ്ങിയത് ഹൈറ്റിലൊക്കെ. ഞാൻ ആ 2 3 ചത്തുപോയി ഈ ഇതിലെ അക്വേറിയത്തിലെ. അതിങ്ങനെ അതിനുള്ള അത്യാവശ്യം ഇവരെ പോയല്ലോ അത്യാവശ്യം വലിയ മീനായിരുന്നു. പിന്നെ ഒരു ദിവസം രാത്രി ഭക്ഷണം കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇതൊന്ന് ഫിൽറ്റർ ഒന്ന് ഓഫ് ചെയ്യും. ഭക്ഷണം കൊടുത്ത് എന്തോ ടി വിയിലെന്തോ നല്ല ഫിലിം എന്തോ ഉണ്ടപ്പോൾ അവിടെ ശ്രദ്ധിച്ചു പോയി. എന്താടാ അടി വിടുന്നത് തീർത്ത് കളിച്ചാൽ എൻ്റെ ചെപ്പയ്ക്കാൻ പൊട്ടിക്കിട്ടാ. അപ്പോൾ ടി വി ശ്രദ്ധിക്കാൻ പോയി. അപ്പോൾ രാത്രി ഈ ഫിൽറ്റർ ഇടാതെ കിടന്ന്. അപ്പം പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ ഇതിൻ്റെ വെള്ളം കുറച്ച് മോശമായിരുന്നു. 2 ദിവസം കൊണ്ട് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് വെള്ളം കുറച്ച് ഡാർക്കായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ വരുമ്പോൾ 3 ചത്തെടുക്കണം. അപ്പോൾ ഭയങ്കര ഫീലിംഗ് ആയി. 2 ദിവസം കഴിഞ്ഞൊന്ന് നമ്മുടെ സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു ഇതുണ്ടല്ലോ അക്വേറിയം, മറ്റേത് ഇതെല്ലാം കൂടെ പെറ്റ്സിൻ്റെ ഫുഡും പെറ്റ്സിനും ഒക്കെ വെക്കുന്നത് അവരെന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൂടും പുറത്ത് തല്ലി തീർക്കുകയാണ്. അത് കഴിഞ്ഞ് ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നത് കാണാം. അടിന്തകടാ അരേക്കാ ഗോപിയ തീർത്ത് കളിച്ചാൽ എൻ്റെ ചപ്പയ്ക്ക് പൊട്ടും. അപ്പോൾ അവിടെ പോയി ഇതിൻ്റെ വില ചോദിച്ചപ്പോഴാണ് 1-ന് 2,600. ഇതിന് ഇത്ര വലുപ്പം പോലും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഇതേ എന്നാലും ചോദിക്കുക. ആ വെള്ളമീൻ കണ്ടോ ഭയങ്കര പേടിത്തൂടിയാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന അതിൻ്റെ വലുപ്പം കണ്ടില്ല. അപ്പോൾ അത് വളരെ സാധുവാണ്. പാവം അങ്ങനത്തെ ഒരു 2 കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഈറ്റകൾ 3 കൂടി ഇങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പം അത് ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ ഇവരെ കൂടെ നോക്കും. ഇവരെങ്ങനെ ആ വെള്ളനെ കൂട്ടൂല. കറുത്തവരുമ്പോഴത്തെ തമ്മിലൊരു യുദ്ധം പണ്ട് മുതലേ ഉള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് ഏതായാലും ഇപ്പം ഒരു കുഴപ്പമില്ല, അടിപൊളിയായി പോകുന്നു. ഓക്കെ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ അനിയന്മാരുണ്ടോ. അത് ഭയങ്കര ഈ ഗോൾഡൻ ഫിഷ് ഭയങ്കര അടുപ്പം ആളുകളായിട്ട് ഭക്ഷണത്തിൻ്റെ സമയത്തും ഇതൊക്കെയായിട്ട്. മറ്റേ ഫിഷുകൾ അങ്ങനെ വരില്ല. ഗോൾഡൻ ഫിഷ് ഇങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് അമ്മയാകുമ്പോൾ ഈറ്റകൾ ഇങ്ങനെ പിടിച്ച് കളിക്കും ആളുകളെ പോകുമ്പോൾ. ഇതിൻ്റെ അനിയന്മാരാണ്. അമ്മോ ഇതിലേക്ക് ഒന്നിനും എടുത്തിട്ടൂടാ. അപ്പം തന്നെ അടിച്ചു പളക്കുന്നുണ്ട്. ഒറ്റ വെച്ചേക്കാം. ഇവരെ കൂടെ ഇവരെ തന്നെ പറ്റുള്ളൂ. ഓക്കെ.